തിരുവനന്തപുരത്തേക്ക് വരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് നിർദ്ദേശവുമായി ഗവർണർ. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ സർവകലാശാലകളിൽ പ്രത്യേക സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കണമെന്ന് ഗവർണർ. എങ്ങനെ അടിയന്തരാവസ്ഥയുണ്ടായി, ജനാധിപത്യത്തെ എങ്ങനെ തകർത്തു, ഈ വിഷയങ്ങളിൽ ചർച്ച നടത്താനും നിർദ്ദേശം. നാളെ പരിപാടി സംഘടിപ്പിക്കാൻ വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകി. പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുന്നു. പ്രശാന്ത്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ, പുതിയ തലമുറ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകണം. ജനാധിപത്യ ധ്വംസനം എങ്ങനെ നടന്നു, ഇതുമായി ബന്ധപ്പെട്ട് കൂലങ്കഷമായിട്ടുള്ള ചർച്ച നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. ചരിത്രത്തിലേക്കുള്ള വാതിലുകൾ തുറക്കാനാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. സർവകലാശാലകൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? അനിൽ നമ്പ്യാർ, അടിയന്തരാവസ്ഥയുടെ 50 വർഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 50 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ, അതിൻ്റെ 50-ാം വർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് നാളെ ഈ സംസ്ഥാനത്തെ സർവകലാശാലകൾക്കും സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർക്കും ഗവർണറുടെ ഭാഗത്തൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും, അതിൻ്റെ ദുരിതവശങ്ങളും ദോഷവശങ്ങളും എല്ലാം ഭരണഘടനാ ധ്വംസനം നടത്തിയതടക്കമുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് അറിയേണ്ടതിരിക്കുന്നു, തലമുറ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സെമിനാറുകളും മറ്റ് യോഗങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിക്കണം. അതോടൊപ്പം തന്നെ നാടകങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ പരമാവധി വിദ്യാർത്ഥികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കണമെന്നതുകൂടിയാണ് ഗവർണർ ഈ വിഷയത്തിലൂടെ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്ക് നൽകിയ നിർദ്ദേശത്തിലൂടെ ഗവർണർ ലക്ഷ്യം വയ്ക്കുന്നത്. ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ ഭരണഘടനാ ഹത്യാ ദിനം ആയിട്ട് തന്നെ നാളത്തെ ദിവസം ആചരിക്കണം. നാളെയാണ് ഈ 50 ആണ്ട് പൂർത്തിയാകുന്നത് ഭരണഘടനയെ. നമുക്കറിയാം, ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. രാജ്യത്ത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകാധിപത്യ ഭരണത്തിലേക്ക് കോൺഗ്രസ് പോയ ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട ഒരു കാലം തന്നെ ജനങ്ങളെ ഒട്ടാകെ ദുരിതത്തിലേക്കും ദുരിതക്കയത്തിലേക്കെല്ലാം തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷവശങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വരുന്ന തലമുറയ്ക്ക് അതിൽ നിന്നും കൃത്യമായ വിവരം ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾ ഇതിൽ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു, വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ, പ്രത്യേകിച്ച് കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള സെമിനാറുകൾ ഉറപ്പായും കണ്ടക്ട് ചെയ്യണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അടിയന്തരാവസ്ഥ മറന്നുപോകാൻ പാടുള്ളതല്ല. അത് എല്ലാ കാലവും ഓർമ്മിക്കേണ്ടതാണ്. ആ കറുത്ത ദിനങ്ങൾ എല്ലാ കാലവും ഭാരതീയരായിട്ടുള്ള ജനങ്ങളും വിദ്യാർത്ഥികളും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അദ്ദേഹം പറയുകയും ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സെമിനാറുകളായിക്കോട്ടെ, യോഗങ്ങളായിക്കോട്ടെ, മറ്റ് നാടകങ്ങൾ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ, ഏതെല്ലാം രീതികളിലൂടെ ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ കഴിയും, ആ രീതിയിലേക്കെല്ലാം എത്തിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഗവർണറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ചരിത്രം അത് പുതുതലമുറ അറിയട്ടെ, പഠിക്കട്ടെ. സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ സർവകലാശാലകളിൽ പ്രത്യേക സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ആ നിർദ്ദേശം സർവകലാശാലകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയാം.